സ്ത്രീകളും കുട്ടികളും അറുത്തത് ഭക്ഷിക്കാമോ? ഉത്തരം: ഭക്ഷിക്കാം. സ്ത്രീ ആർത്തവകാരിയാണെങ്കിലും ശരി. കുട്ടി വകതിരിവുള്ള മുസ്ലിമാവണം. വകതിരിവില്ലാത്തവർ അറുത്തത് ഭക്ഷിക്കൽ കറാഹത്താണ്. വലിയ മത്സ്യത്തെ അറുക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ഉത്തരം: വലിയ മത്സ്യത്തെ അറുക്കൽ സുന്നത്തും ചെറിയ മത്സ്യത്തെ അറുക്കൽ കറാഹത്തുമാണ്. ചോദ്യം: കണ്ണു കാണാത്തവനും സംസാരശേഷിയില്ലാത്തവനും അറുക്കാമോ? ഉത്തരം: കണ്ണു കാണാത്തവൻ അറുത്തത് ഭക്ഷിക്കൽ കറാഹത്തും സംസാരിക്കാൻ കഴിയാത്തവൻ അറുത്തത് ഭക്ഷിക്കൽ ഹലാലുമാണ്. ചോദ്യം: കോഴിയെ അറുക്കുന്നവൻ അതിൻ്റെ കല്ല ഏതു ഭാഗത്തേക്കാണ് ആക്കേണ്ടത്? ഉത്തരം: തലഭാഗത്താക്കണം. എങ്കിലേ അതിൻ്റെ അന്നനാളവും ശ്വാസനാളവും മുറിയൂ. ചോദ്യം: ഒരു മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊന്നിനെ അറുക്കാമോ? ഉത്തരം: ഒന്നിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊന്നിനെ അറുക്കൽ കറാഹത്താണ്. ചോദ്യം: അറുക്കാൻ പോകുന്ന ജീവിയുടെ മുന്നിൽ വെച്ച് കത്തിമൂർച്ച കൂട്ടുന്നതിൻ്റെ വിധി എന്താണ്? ഉത്തരം: പാടില്ല, കറാഹത്താണ്. ചോദ്യം: മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് അറുത്തത് ഭക്ഷിക്കൽ അനുവദനീയമാണോ? ഉത്തരം: അറുക്കുന്നവൻ്റെ ശക്തി കൊണ്ടല്ലാതെ മുറിക്കാൻ കഴിയാത്ത മൂർച്ചയില്ലാത്ത കത്തിയോ മറ്റോ ഉപയോഗിച്ച് അറുത്താൽ ആ ജീവിയെ ഭക്ഷിക്കൽ ഹറാമാണ്. ചോദ്യം: ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളുടെ മുട്ട ഭക്ഷിക്കാമോ? ഉത്തരം: ഭക്ഷിക്കൽ അനുവദനീയമല്ലാത്ത ജീവികളുടെ മുട്ട ശുദ്ധിയുള്ളതാണ്. ആയതിനാൽ അത് ഭക്ഷിക്കുന്നതുകൊണ്ട് അപകടമൊന്നുമില്ലെങ്കിൽ ഭക്ഷിക്കാവുന്നതാണ്. നരച്ച മുടി കറുപ്പിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ഉത്തരം: നരച്ച മുടി കറുപ്പിക്കൽ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അനുവദനീയമുള്ളൂ. അല്ലാതെ കറുപ്പിക്കൽ ഹറാമാണ്. മൊയിലാഞ്ചിയിട്ട് ചുവപ്പിക്കൽ സുന്നത്താണ്. എന്നാൽ ഉളുവിനും കുളിക്കും തടസ്സം വരാത്ത വിധത്തിൽ മുടി കറുപ്പിക്കൽ ഭർത്താവിൻ്റെ അനുമതിയോടെ സ്ത്രീകൾക്ക് അനുവദനീയമാണ്. ചോദ്യം: പുരികം വെട്ടുന്നതിൻ്റെയും വടിക്കുന്നതിൻ്റെയും വിധി എന്താണ്? ഉത്തരം: പുരുഷന്മാർക്ക് പുരികം വടിക്കൽ കറാഹത്താണ്. എന്നാൽ സ്ത്രീകൾക്ക് സൗന്ദര്യവർദ്ധനയ്ക്ക് വേണ്ടി ഭർത്താവിൻ്റെ അനുമതിയോടെ പുരികം വെട്ടി ശരിയാക്കൽ അനുവദനീയമാണ്. അല്ലാത്തവർക്ക് നിഷിദ്ധവുമാണ്. ചോദ്യം: ഖുതുബ ഓതുന്നവൻ്റെ ഉളു മുറിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉത്തരം: ഉളു ചെയ്ത് ഖുതുബ ആദ്യം മുതൽ വീണ്ടും ഓതുകയോ ഖുതുബ ആദ്യം മുതൽ കേട്ട ശുദ്ധിയുള്ള മറ്റൊരുത്തനെ പകരമാക്കുകയോ വേണം. കോട്ടുവായ ഇടുമ്പോൾ ഏത് കൈകൊണ്ടാണ് വായ പൊത്തിപ്പിടിക്കേണ്ടത്? ഉത്തരം: കോട്ടുവായ ഇടുമ്പോൾ ഇടത് കൈകൊണ്ടാണ് വായ പൊത്തിപ്പിടിക്കേണ്ടത്.